ഹായ് ഓൾ, വെൽക്കം ടു ജയലേൺ. ജയലേണിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് കുറച്ച് കാര്യങ്ങൾ, അതായത് കേട്ടിട്ട് പരീക്ഷ എഴുതുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനാണ് ഈ വീഡിയോയുമായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ശ്രദ്ധിച്ച് ഈ വീഡിയോ കേൾക്കുക, കാണുക. വേറെ ഒന്നുമല്ല, നമുക്കറിയാം 2024 ആദ്യത്തെ സ്റ്റേജിൽ, അതായത് 2 മാസങ്ങൾക്ക് മുമ്പ് നടന്ന എക്സാം, ജൂണിൽ 2 മാസം എന്ന് പറയാൻ പറ്റില്ല, കൃത്യമായിട്ട് പറഞ്ഞാൽ 1 മാസം മുമ്പ് നടന്ന എക്സാമിന്റെ റിസൾട്ട് ഈ 2 ദിവസങ്ങൾക്ക് മുമ്പ് വന്നു. അപ്പോൾ ജൂൺ 23, 24 തീയതികളിൽ കേട്ടറ്റ് പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥികളുടെ റിസൾട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അവിടെ കേട്ടറ്റ് 1, കാറ്റഗറി 1, കാറ്റഗറി 2, കാറ്റഗറി 3, കാറ്റഗറി 4 ഈ മേഖലകളിൽ പരീക്ഷ ക്വാളിഫൈ ചെയ്തിരിക്കുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് വളരെ ആശ്വാസകരമായിട്ടുള്ള ഒരു വാർത്തയായിരിക്കും വന്നിരിക്കുന്നത്. എന്നാൽ ഇവിടെയും ചിലപ്പോൾ പതറിപ്പോയ ഒരുപാട് ഉദ്യോഗാർത്ഥികളുണ്ട്, അല്ലേ? അപ്പോൾ അവരെ സംബന്ധിച്ച് ഇനി വരാൻ പോകുന്ന കേട്ടറ്റ്, നമുക്കറിയാം വർഷത്തിൽ 2 തവണയാണ് കേട്ടറ്റ് നടത്തുന്നത്. ഏതാണ്ട് നമുക്ക് 2017 തുടങ്ങിയിട്ട് 2017, 18, 19 പിന്നെ 2020 ഇത്രയും വർഷങ്ങളിൽ തന്നെ 2 പ്രാവശ്യം കേട്ടറ്റ് നടത്തിയത്. 2021 നമുക്കറിയാം കോവിഡിൻ്റെയൊക്കെ സിറ്റുവേഷനിൽ 2020 2 പ്രാവശ്യം നടന്നു, 2021 1 പ്രാവശ്യം നടന്നുള്ളൂ. പിന്നെ 2022 നടന്നു 2 പ്രാവശ്യം, 2023 നടന്നു. നമുക്കിപ്പോൾ കേട്ടിട്ട് വിജ്ഞാപനം വന്ന് 2024 എക്സാം നടന്നു, വിജ്ഞാപനം വന്ന് എക്സാം നടന്നു. അപ്പം ഇനി വരാൻ സാധ്യതയുള്ള കേട്ടിട്ട് എന്ന് പറയുന്നത് ഈ വർഷം തന്നെ ഏകദേശം ഒരു ഡിസംബർ മാസത്തിലായിരിക്കും, അല്ലേ? അപ്പോൾ വിജ്ഞാപനം നോക്കുകയാണെങ്കിൽ ഞാൻ ഒന്നുകൂടി പറയാം. അതായത് 2019 നടന്ന വിജ്ഞാപനം വരുന്നത് ജൂണിലാണ്. നെക്സ്റ്റ് വിജ്ഞാപനം വരുന്നത് അതേ വർഷം തന്നെ ഒക്ടോബറിൽ, ജൂണിൽ വന്നു. അത് കഴിഞ്ഞ് ആദ്യം ജനുവരിയിൽ വന്നു 2019, പിന്നെ 2019 ജൂണിൽ വന്നു. അതിനു മുമ്പ് 2018 ജൂണിൽ വന്നു, പിന്നെ 2018 ഒക്ടോബർ വന്നു. ഇങ്ങനെയാണ് ആ ഒരു മാസത്തിന്റെ നോട്ടിഫിക്കേഷൻ വരുന്നതിന്റെ ഒരു സമയ ദൈർഘ്യം എന്ന് പറയുന്നത്. പിന്നെ 2020 വരുന്നത് ഫെബ്രുവരിയിലാണ് ആദ്യത്തെ നോട്ടിഫിക്കേഷൻ വരുന്നത്. അതിന്റെ എക്സാം കഴിഞ്ഞ് 2020 ഡിസംബറിൽ വന്നു, 2021 1 പ്രാവശ്യം മെയ്യിൽ വന്നു. പിന്നെ 2022 ഫെബ്രുവരി നോട്ടിഫിക്കേഷൻ വന്നു, 2022 ഒക്ടോബർ നോട്ടിഫിക്കേഷൻ വന്നു, 2023 മാർച്ചിൽ നോട്ടിഫിക്കേഷൻ വന്നു, 2021 ഒക്ടോബറിൽ വന്നു. അപ്പോൾ കുറച്ച് 2-3 സ്റ്റേജ് വർഷത്തിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്കൊരു ഒക്ടോബർ അല്ലെങ്കിൽ സെപ്റ്റംബർ ഈ ഒരു സമയത്ത് നോട്ടിഫിക്കേഷൻ വരും എന്നുള്ള കാര്യം ഒന്ന് തീർച്ചയാക്കാം. അപ്പോൾ ഇപ്പോൾ നമ്മുടെ റിസൾട്ട് വന്നിരിക്കുന്നത് ഈ സെപ്റ്റംബർ മാസത്തിലാണ്, അല്ലേ? അപ്പോൾ ഇനി വരാൻ പോകുന്ന നോട്ടിഫിക്കേഷൻ ആയിരിക്കും തീർച്ചയായിട്ടും നെക്സ്റ്റ് മന്ത് ഒക്ടോബറിൽ തന്നെ പ്രതീക്ഷിക്കാം. എക്സാം ഡിസംബറിൽ തന്നെ, ഡിസംബർ ലാസ്റ്റ് വീക്ക് എന്ന രീതിയിലേക്ക് അവർ ഷെഡ്യൂൾ ചെയ്യും, പരീക്ഷ ഷെഡ്യൂൾ ചെയ്യും. അപ്പോൾ അവിടെയാണ് നമുക്കിനി വർക്ക് ചെയ്യേണ്ടത്. ഇപ്പോൾ കഴിഞ്ഞ റിസൾട്ട് വന്നപ്പോൾ പല വീഡിയോസിൻ്റെയും അല്ലെങ്കിൽ പല കുട്ടികളുടെയും അഭിപ്രായം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. എന്താണ്, 79 മാർക്കിന് പോകുന്നു, അല്ലെങ്കിൽ അതായത് 82 മാർക്ക് റിസർവേഷൻ ഗ്രൂപ്പിന് വേണം, 90 മാർക്ക് ജനറൽ കാറ്റഗറിയിൽപ്പെട്ടവർക്ക് വേണം. അപ്പൊ ഈ 90 മാർക്ക് നേടാൻ ഒരുപാട് പരിശ്രമിക്കുന്ന കുട്ടികളെ സംബന്ധിച്ച് 88-നും 89-നും, അതായത് 1-2 മാർക്കിന് കയ്യെത്തും ദൂരത്ത് ഈ ഒരു അവസരം നഷ്ടപ്പെട്ടു പോകുന്നു, ഈ ഒരു ക്വാളിഫൈ ചെയ്യാൻ പറ്റാതെ വരുന്നു. റിസർവേഷൻ ഗ്രൂപ്പിനും 80, 81 മാർക്കിൽ, 1 മാർക്കിന്, 2 മാർക്കിനൊക്കെ നഷ്ടപ്പെട്ടു പോകുന്നു. അപ്പൊ അവിടെ വളരെ വളരെ സങ്കടപ്പെട്ടിരിക്കുന്ന, നിരാശരായിട്ടിരിക്കുന്ന ഒരുപാട് അധ്യാപക ഉദ്യോഗാർത്ഥികൾ ഉണ്ടാവും, അല്ലേ? കാരണം വേറൊന്നുമല്ല, കഷ്ടപ്പെട്ട് DLED കഴിഞ്ഞു, 2 വർഷം കഴിഞ്ഞു, B.Ed 2 വർഷം കഴിഞ്ഞു. അപ്പൊ നമ്മളിനി ടീച്ചിങ് എന്ന് പറയുന്ന മേഖലയിലേക്ക്, പ്രത്യേകിച്ച് അധ്യാപകരാകാൻ കാത്തിരിക്കുന്നവരാണല്ലോ ഈ B.Ed-ഉം DLED-ഉം ചെയ്യുന്നത്. വെറുതെ പോയി കോഴ്സ് പഠിക്കുകയല്ലോ, ചുമ്മാ ഒരു കോഴ്സ് പോയി സെലക്ട് ചെയ്ത് പഠിച്ച് ഒരു നമ്മുടെ പേരിൽ കൂടെ ഒരു ക്വാളിഫിക്കേഷൻ B.Ed എന്ന രീതിയിൽ ചേർക്കുക മാത്രമാണോ ഉദ്ദേശം? അല്ല, അല്ലെ? ഇന്നത്തെ കാലഘട്ടത്തിൽ അധ്യാപകരാകുക എന്നുള്ളത് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ജോലി തന്നെയാണ്. പ്രത്യേകിച്ച് ഓരോ കാലഘട്ടത്തിനനുസരിച്ചിട്ട് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. അപ്പോൾ അവിടെയൊക്കെ ഈ അധ്യാപകരാകാനായിട്ട് കാത്തിരിക്കുന്ന നിങ്ങളെ സംബന്ധിച്ച് ഈ ഒരു കടമ്പ കൂടി കടക്കണം. പ്രത്യേകിച്ച് ഹൈസ്കൂൾ, LP, UP ഈ സെക്ഷനിൽ ജോലി ചെയ്യണമെങ്കിൽ എന്ത് വേണം? കേരള ടീച്ചിങ് ടെസ്റ്റ് എലിജിബിലിറ്റി ടെസ്റ്റ്, അല്ലെങ്കിൽ കേട്ടറ്റ് എന്ന് പറയുന്ന ആ ഒരു ക്വാളിഫിക്കേഷൻ നമ്മൾ പാസ്സായിരിക്കണം, അല്ലെ? ഇവിടെ ഒരു റാങ്ക് മേക്കിംഗ് എക്സാം അല്ല എന്നുകൂടി എല്ലാവരും ആലോചിക്കണം. ഇപ്പോൾ B.Ed ചെയ്യുന്ന കുട്ടികളുണ്ട്, ഫസ്റ്റ് ഇയർ കഴിഞ്ഞ കുട്ടികളുണ്ടാവാം, അല്ലെങ്കിൽ B.Ed ഇപ്പോൾ പാസ് ഔട്ട് ആയിട്ടുള്ള കുട്ടികളുണ്ടാവും. നിങ്ങൾക്ക് കുറെ പേര് കേട്ടറ്റ് നേടിയവരുണ്ടാവും, ചിലപ്പോൾ കേട്ടറ്റിനെ കുറിച്ച് യാതൊരു ഐഡിയ ഇല്ലാത്ത കുട്ടികളുണ്ടാവും. പലരും കുട്ടികൾ സംസാരിക്കുന്നത്, നമ്മളോട് ചോദിക്കുന്നതാണ്,
എന്താണ് കേട്ടറ്റ്, അതായത് ആദ്യമായിട്ട് എഴുതാൻ പോകുന്ന കുട്ടികൾ, അല്ലെങ്കിൽ കേട്ടറ്റ് എഴുതിയാൽ എന്താണ് പ്രയോജനം, അല്ലെങ്കിൽ കേട്ടറ്റ് എഴുതാതെ തന്നെ ടീച്ചർ ആവാൻ പറ്റുമോ? പറ്റില്ല എന്നാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. കാരണം അറിയാലോ, ഹയർ സെക്കൻഡറിയിൽ അധ്യാപകരാകണമെങ്കിൽ PG BEd വിത്ത് സെറ്റ് വേണം അല്ലെ. കോളേജിലേക്ക് പോകണമെങ്കിൽ നെറ്റ്, ഇപ്പോൾ PhD കാരെങ്കിൽ PhD അങ്ങനെ ഉണ്ടെങ്കിൽ ആ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ പോവാം. പിന്നെ ഹയർ സെക്കൻഡറിയിൽ MEd ഉണ്ടെങ്കിൽ എന്ത് വേണ്ട, സെറ്റ് വേണ്ട അല്ലെ. അതൊക്കെ നമുക്കറിയാം. അപ്പൊ അതേപോലെ നമുക്ക് നമ്മുടെ 10th വരെയുള്ള സ്കൂൾ ലെവലിൽ പഠിപ്പിക്കണമെങ്കിൽ, അതായത് ഹൈസ്കൂളിൽ പഠിപ്പിക്കണമെങ്കിൽ എന്താണ് കേട്ടറ്റ് കാറ്റഗറി 3 പാസ്സായിരിക്കണം. അവനവന്റെ വിഷയത്തിൽ ഫിസിക്കൽ സയൻസ് ആയിക്കോട്ടെ, നാച്ചുറൽ സയൻസ് ആയിക്കോട്ടെ, മലയാളം ആയിക്കോട്ടെ, ഇംഗ്ലീഷ് ആയിക്കോട്ടെ, മാത്സ് ആയിക്കോട്ടെ, അവിടെ കേട്ടറ്റ് പാസ്സായിരിക്കണം. ഓക്കെ. അതുപോലെ LP UP, അതായത് LP ക്ലാസ്സുകളിൽ 1 തുടങ്ങി 4 വരെ പഠിപ്പിക്കുന്നതിന് കേട്ടറ്റ് കാറ്റഗറി 1 പാസ്സാവണം. അതുപോലെ UP ക്ലാസ്സിൽ പഠിപ്പിക്കുന്നതിന് കേട്ടറ്റ് കാറ്റഗറി 2 പാസ്സാവണം. പിന്നെ ഒരു കാറ്റഗറി ഉണ്ട്, എന്താണ് കേട്ടറ്റ് 4 എന്ന് പറയുന്ന കാറ്റഗറി ഉണ്ട് അല്ലെ. അപ്പൊ അവിടെയൊക്കെ നമുക്ക് എങ്ങനെയാണ് സ്കോർ ചെയ്യാൻ പറ്റുക, നമ്മൾ എങ്ങനെയാണ് ആ ക്വാളിഫിക്കേഷൻ നേടുക, അല്ലെങ്കിൽ ആ എക്സാം പാസ്സാവുക, അവിടെയൊക്കെ വളരെ വളരെ പ്രധാനപ്പെട്ടായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ കേട്ടറ്റ് പരീക്ഷയുടെ ഒരു സ്ട്രക്ചറാണ് ഞാനിപ്പോൾ ഈ പറഞ്ഞത്. പലർക്കും മനസ്സിലായിട്ടുള്ള കാര്യമാണെങ്കിൽ തന്നെയും നമുക്കറിയാം, കേട്ടറ്റ് പരീക്ഷ തുടങ്ങിയ ഏകദേശം ഒരു 12 വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയിട്ടുള്ള ആ ഒരു ക്വാളിഫിക്കേഷൻ, ആ ഒരു എക്സാം തുടങ്ങിയ സമയത്ത് തന്നെ പലർക്കും അറിയാം. എന്നാൽ പലരും സീരിയസ് ആയിട്ട് എടുത്തു തുടങ്ങുന്നത് തന്നെ സർവീസിലിരിക്കുന്ന അധ്യാപകർക്ക് കേട്ടറ്റ് നിർബന്ധമാക്കിയ ഒരു സമയം ഉണ്ടായിരുന്നു അല്ലെ. ഒരു 3-4 വർഷം മുമ്പൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഇത്ര ഒരു സമയം കൊടുത്തിരുന്നു. എന്താണ്, സമയത്തിനുള്ളിൽ സർവീസിലിരിക്കുന്ന അധ്യാപകർ എന്ത് നേടണം, കേട്ടറ്റ് നേടണം എന്നുള്ള രീതിയിലൊക്കെ ഒരു വിജ്ഞാപനം കൊടുത്തിരുന്നു. അപ്പോൾ അതിനുശേഷം പിന്നീട് വരുന്ന വേക്കൻസി, അതായത് നിയമനങ്ങളൊക്കെ നടക്കുമ്പോൾ എന്ത് വേണം, കേട്ടറ്റ് വേണം അല്ലെ. അപ്പൊ നമുക്ക് കാറ്റഗറി തിരിച്ചിട്ട് എല്ലാവർക്കും അറിയാം എന്താണ് കാറ്റഗറി 1, കാറ്റഗറി 2, കാറ്റഗറി 3, കാറ്റഗറി 4 എന്ന് പറയുന്നത്. അപ്പൊ കാറ്റഗറി 3 എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു വിഭാഗം എന്ന് പറയുന്നത് എവിടെയാണ്, ഹൈസ്കൂൾ സെക്ഷനിലാണ് പഠിപ്പിക്കേണ്ടത് അല്ലെ. അതായത് ഡിഗ്രി പ്ലസ് BEd എന്താണ് കേട്ടറ്റ് കാറ്റഗറി 3 പാസ്സാകണം എന്നുള്ളതാണ്. അതിപ്പോൾ നമ്മൾ അൺഎയ്ഡഡ് സ്കൂളിൽ പോയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ലീവ് വേക്കൻസി ആയിക്കോട്ടെ, ഒരു എയ്ഡഡ് സ്കൂളിൽ നിയമനം കിട്ടിക്കോട്ടെ, അവിടെയൊക്കെ നമുക്ക് എന്ത് വേണം, കേട്ടറ്റ് കാറ്റഗറി 3 പാസ്സായിരിക്കണം. ഓക്കെ. അതുപോലെ UP-യിലാണെങ്കിൽ കാറ്റഗറി 2, LP-യിലാണെങ്കിൽ കാറ്റഗറി 1 എന്ന രീതിയിലാണ് നമ്മൾ ഈ ഒരു ക്വാളിഫിക്കേഷൻ പാസ്സാവുക എന്നുള്ളത് നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഓക്കെ. പിന്നെ കാറ്റഗറി 4 എന്ന് പറയുന്നത് എന്താണ്, സ്പെഷ്യലൈസ്ഡ് ടീച്ചേഴ്സ് ആണ് അല്ലെ. പ്രത്യേകിച്ചുള്ള അറബി, ഉറുദു, അതുപോലെ ഹിന്ദി, ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ, JLT പോലുള്ള ടീച്ചേഴ്സ്, അങ്ങനെയുള്ള ഒരു വേക്കൻസിക്കാണ് കാറ്റഗറി 4 പാസ്സാവുക അല്ലെ. അപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് പഠിക്കണമെങ്കിൽ, പ്രത്യേകിച്ച് BEd കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾക്കും DLEd കഴിഞ്ഞിട്ട് ഉദ്യോഗാർത്ഥികൾക്ക് ചിലപ്പോൾ ഒരുപാട് ഗ്യാപ്പ് വന്നിട്ടുള്ളവരൊക്കെ സംബന്ധിച്ച് വിഷയങ്ങളിൽ ഓക്കെ ആയിരിക്കും. എന്ന് വെച്ചാൽ അവനവന്റെ വിഷയത്തിൽ ഓക്കെ ആയിരിക്കും. അതായത് കേട്ടറ്റ് കാറ്റഗറി 3 എഴുതുന്നവർക്ക് അവനവന്റെ വിഷയത്തിൽ ഓക്കെ ആയിരിക്കും. LP UP-യിൽ പഠിപ്പിക്കാനായിട്ട് കാത്തിരിക്കുന്നവർക്ക് എന്താണ്, വിഷയങ്ങൾ ഒരുപാട് എടുക്കേണ്ടി വരും അല്ലെ. ഹിന്ദി ഒഴിച്ച് അവിടെ മാത്സും ഇംഗ്ലീഷും മലയാളവും സയൻസും സോഷ്യലും ഒക്കെ പഠിപ്പിക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ള വിഷയങ്ങളിൽ നമുക്ക് എന്ത് വേണം, കൃത്യമായിട്ടുള്ള അല്ലെങ്കിൽ നല്ലൊരു അവഗാഹം ഉണ്ടായിരിക്കണം. ഓക്കെ. വെറുതെ പോയിട്ട് പഠിച്ചെഴുതാൻ പറ്റില്ല. ഇപ്പൊ കേട്ടറ്റ് കാറ്റഗറി 2 എഴുതുന്ന കുട്ടികളോട് ചോദിച്ചറിയാൻ പറ്റും. നമുക്ക് പല പുസ്തകങ്ങളും നമ്മുടെ മുമ്പിലുണ്ട് പഠിക്കാനായിട്ട്, പല ക്ലാസ്സുകളും നമുക്ക് യൂട്യൂബിൽ അവൈലബിൾ ഒക്കെയാണ്. പക്ഷെ അവിടെയൊക്കെ എടുക്കുമ്പോൾ തന്നെയും നമ്മൾക്ക് എന്ത് വേണം, ഇംഗ്ലീഷ് ആയാലും മലയാളം ആയാലും സയൻസ് ആയാലും സോഷ്യൽ ആയാലും മാത്തമാറ്റിക്സ് ആയാലും അതെല്ലാം പഠിച്ചിരിക്കണം. പിന്നെ സയൻസ്, മാത്തമാറ്റിക്സ്, സോഷ്യൽ അതൊരു ഓപ്ഷനിലാണ് കാറ്റഗറി 2-ൽ എന്നുള്ളത് അറിയാം. അപ്പോൾ അങ്ങനെയുള്ള ഓപ്ഷണൽ സബ്ജക്റ്റ് ആയിക്കോട്ടെ, അവിടെ നമ്മൾ പഠിച്ചിരിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ഇനി ഇവിടെ എല്ലാം കോമൺ ആയിട്ട് പഠിക്കേണ്ട ഒരു കാര്യമുണ്ട്, അത് സൈക്കോളജി ആണെന്ന് എല്ലാവർക്കും അറിയാം. ഈ സൈക്കോളജി എവിടെയാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്, DLEd പഠിക്കുമ്പോൾ അല്ലെങ്കിൽ BEd പഠിക്കുമ്പോൾ. ഇനി BEd കഴിഞ്ഞിറങ്ങിയ പാസ് ഔട്ട് ആയ കുട്ടികൾക്ക് പുഷ്പം പോലെ സൈക്കോളജി പാസ്സാവാൻ പറ്റും അല്ലെ. എന്നാൽ കുറേ വർഷങ്ങളുടെ ഗ്യാപ്പിന് ശേഷം വരുന്ന ഉദ്യോഗാർത്ഥികളാണെങ്കിൽ എന്ത് ചെയ്യും, ചിലപ്പോൾ ഒരു പ്രയാസപ്പെടും. കാരണം എന്നോ എവിടെയൊക്കെയോ നമ്മൾ പഠിച്ച കുറെ തിയറീസ്, പിയാഷെയും വൈഗോട്സ്കിയും ബ്രൂണറും സ്കിന്നറും ഒക്കെ പറഞ്ഞ കുറെ തിയറീസ്, അതുപോലെ തന്നെ എന്താണ് സ്കഫോൾഡിംഗ് പോലുള്ള, ആക്ഷൻ റിസർച്ച് പോലുള്ള അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ, പിന്നെ സബ്ജക്റ്റ് ആയിട്ട് ബന്ധപ്പെട്ട പെഡഗോജി, അതാണ് കുറെ പേരെ വലയ്ക്കുന്ന ഒരു ടോപ്പിക് എന്ന് പറയുന്നത്. ഇതൊക്കെ എന്താണ്, നന്നായിട്ട് പഠിച്ചാൽ മാത്രമേ ഈ പറയുന്ന ഈ എക്സാം പാസ്സായി നമുക്ക് ആ ഒരു സർട്ടിഫിക്കറ്റ് കയ്യിലെടുക്കാൻ കിട്ടാനും അതുപോലെ നമ്മൾ ആഗ്രഹിക്കുന്ന ജോലിയിലേക്ക് എത്തപ്പെടാനും പറ്റുള്ളൂ.
അപ്പൊ ഇന്നത്തെ കാലത്തെ സംബന്ധിച്ച് കേട്ടറ്റ് എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എക്സാം തന്നെയാണ്. കഴിഞ്ഞ ഒരു 2-3 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ, അത് ഏത് സബ്ജക്റ്റ് ആയിക്കോട്ടെ, കേട്ടറ്റ് 1 ആയിക്കോട്ടെ, 2 ആയിക്കോട്ടെ, 3 ആയിക്കോട്ടെ, 4 ആയിക്കോട്ടെ, ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും. അതിന്റെ ക്വസ്റ്റ്യന്റെ പാറ്റേണിന്റെ ആ ഒരു വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കുറച്ചുകൂടി ഉയർന്ന നിലവാരത്തിലേക്ക് എത്താൻ പറ്റും വന്നത് നമുക്ക് കാണാൻ പറ്റും അല്ലെ. നമ്മൾ പഠിച്ചിരുന്ന ആ ഒരു കീവേഡ്, കുറച്ച് നമ്മുടെ സിലബസിൽ ഉള്ള കീവേഡ് നമുക്കറിയാം. ആ കീവേഡിൽ ഉള്ളിൽ നിന്നുകൊണ്ടല്ലാതെ കുറച്ചുകൂടി കാര്യങ്ങൾ പരത്തി പറയുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ വരുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമേ ഈ എക്സാം നമുക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇപ്പൊ ഈ കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുമ്പ് വന്ന റിസൾട്ടിൽ നിരാശരായിരിക്കുന്ന ഒരുപാട് കുട്ടികൾ ഉണ്ടാവും. അവരെ സംബന്ധിച്ച് എന്താണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളുടെ ഈ ഒരു ശ്രമം നിങ്ങൾ അവസാനിപ്പിക്കരുത്. കാരണം നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങളുടേതായിട്ടുള്ള ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറയുന്നത് ഒരു അധ്യാപിക അല്ലെങ്കിൽ ഒരു അധ്യാപകനാവുക എന്നാണ് അല്ലെ. അപ്പൊ അവിടേക്കുള്ള ആ ഒരു കടമ്പ, ഏത് അവസാനത്തെ കടമ്പ എന്ന് പറയുന്നത്, അത് ചാടിക്കടക്കാൻ തന്നെ ശ്രമിക്കണം. അതിനെല്ലാവരും ട്രൈ ചെയ്യണം. ആ റിസൾട്ട് കഴിഞ്ഞു, അല്ലെങ്കിൽ ആ മാർക്ക്, ആ ഒരു ഡിസ്ക്വാളിഫൈ ആയിട്ട് വന്നിരിക്കുന്ന ആ ഒരു 2-3 മാർക്കിനൊക്കെ പോയിരിക്കുന്ന അത് കളഞ്ഞേക്കും. അത് വലിച്ച് എന്താ ചവറ്റുകൊട്ടലേക്ക് ഇടുക. എന്നിട്ട് എന്ത് ചെയ്യുക, പുതിയ ഒരു സമയം, പുതിയൊരു ദിവസം, ഇന്ന് മുതൽ നിങ്ങൾ പഠനം സ്റ്റാർട്ട് ചെയ്യുക. സിലബസ് എടുത്ത് വെക്കുക. ഇനി പലരും എന്താണ് മറന്നു പോകുന്ന ഒരു കാര്യമാണ് ഈ പറയുന്നത്, സിലബസ് എന്താണെന്ന് പോലും അറിയാത്തവരുണ്ട്. ചിലപ്പോൾ സിലബസ് കണ്ടിട്ടുണ്ടാവും. ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടതാണ് സിലബസ് ഡൗൺലോഡ് ചെയ്യുക. നമ്മളറിയാം, നമ്മൾ ടെക്നിക്കലി ഒരുപാട് സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, നേരെ സൈറ്റിൽ കയറുക, അവിടെ നിന്ന് സിലബസ് ഡൗൺലോഡ് ചെയ്യുക, അതിന്റെ പ്രിന്റ് ഔട്ട് എടുത്ത് വെക്കുക. നിങ്ങളുടെ മുറിയിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഷെൽഫിലോ മുറിയിലോ അവിടെ എടുത്ത് വെക്കുക. നിങ്ങളൊരു ഫയൽ ചെയ്ത് വെക്കുക. എന്നിട്ട് നിങ്ങൾ ഓരോ ടോപ്പിക് അനുസരിച്ചുള്ള പഠനം മുന്നോട്ട് കൊണ്ടുപോയി നോക്കിയേ. അതേ രീതിയിൽ പഠനം ക്രമീകരിച്ച് നോക്കിയേ, നിങ്ങൾ പുഷ്പം പോലെ നിങ്ങൾക്ക് എക്സാം പാസ്സാകാൻ പറ്റും. ഒരുപാട് കുട്ടികളുടെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ ഈ പറയുന്നത്. ഓക്കെ, പിന്നെ ഒരു കാര്യം കൂടി എനിക്കിവിടെ സൂചിപ്പിക്കാനുള്ളത്, ഈ ഹൈസ്കൂൾ ക്ലാസ്സുകളിലും ഒക്കെ അധ്യാപകരാകാൻ പോകുന്നവർക്ക് ഒരുപാട് സംശയങ്ങളുണ്ട്. കാരണം വേറൊന്നുമല്ല, ഇപ്പോൾ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ കുറച്ച് പരിഷ്കാരങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ഇതിനു മുമ്പുള്ള ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഖാദർ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ചുള്ള വിശദമായ ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് കണ്ടിട്ടുണ്ട്, ഒരുപാട് പേര് അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനെക്കുറിച്ച് ഒരു ചെറിയ വിവരണം കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതായത് ഈ ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരം വരാൻ പോകുന്ന എന്താണ്, ഡിഗ്രി വിത്ത് BEd കേറ്ററ്റ് എന്ന് പറയുന്ന അധ്യാപകർക്ക് ഹൈസ്കൂളിൽ ഇപ്പോൾ പഠിപ്പിക്കാം. ഇനി കുറച്ച് നാൾ കഴിയുമ്പോൾ എന്താണ്, ഹയർ സെക്കൻഡറിയും അതായത് ഹൈസ്കൂളും കൂടി ലയിപ്പിച്ച് പുതിയൊരു രീതിയിലേക്ക് വരികയാണ്. അപ്പോൾ എന്താ, ഹയർ സെക്കൻഡറി പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് എവിടെ പഠിപ്പിക്കണം, ഹൈസ്കൂളിലും പഠിപ്പിക്കാം എന്നുള്ളൊരു മാനദണ്ഡം കൊണ്ടുവരാൻ കൊണ്ടുവരണം എന്നാണ് കമ്മിറ്റി നിർദ്ദേശിച്ചിരിക്കുന്നത്. കൊണ്ടുവരാൻ പോവുകയാണെന്നല്ല, കൊണ്ടുവരണം എന്നുള്ളതാണ് കമ്മിറ്റിയിൽ നിർദ്ദേശിച്ചിരിക്കുന്ന ഒരു നിർദ്ദേശം. അപ്പോ അവിടെ എന്താണ്, ഹയർ സെക്കൻഡറിയിൽ PG, അതുപോലെ എന്താണ് സെറ്റ്, BEd, ഇതാണ് ക്വാളിഫിക്കേഷൻ. എന്ത്, ഹയർ സെക്കൻഡറി പഠിപ്പിക്കുക. ആ അധ്യാപകർ എവിടെയും പഠിപ്പിക്കണം, 9ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും പഠിപ്പിക്കണം എന്നുള്ളതാണ് പറയുന്നത് അല്ലെ. അവരെന്തായിരിക്കും, സീനിയർ പോസ്റ്റുള്ള ടീച്ചേഴ്സ് അല്ല, ജൂനിയർ തസ്തികയിൽ ഉൾപ്പെടുന്ന അധ്യാപകരായിരിക്കും ഇവിടെ പഠിപ്പിക്കേണ്ടത്. ഓക്കെ, അതേപോലെ തന്നെ ഹൈസ്കൂളിൽ ഈ പറയുന്ന PG, BEd, സെറ്റ് പാസ്സായിട്ടുള്ള അധ്യാപകർക്ക് ഹൈസ്കൂളും ഹയർ സെക്കൻഡറിയും പഠിപ്പിക്കേണ്ടി വരും. പക്ഷേ ശമ്പള സ്കെയിലിൽ വ്യത്യാസം വരില്ല. ആ ജൂനിയർ പോസ്റ്റിന്റെ ശമ്പള സ്കെയിൽ തന്നെയാണ് വരുന്നത്. ഇതാണ് ഖാദർ കമ്മിറ്റിയിൽ മുൻപോട്ട് വെച്ചിരിക്കുന്ന ഒരു നിർദ്ദേശം അല്ലെ. അതുപോലെ UP സ്കൂളിൽ വരെ എത്തുന്ന ടീച്ചർമാർ, അവിടെ പഠിപ്പിക്കുന്ന ടീച്ചർമാർക്ക് ഇപ്പോൾ +2 + DLEd എന്ന രീതിയിൽ നിന്ന് മാറി എന്ത് ചെയ്യണം, ഡിഗ്രി വേണം എന്ന് പറഞ്ഞിരിക്കുന്നു. ഡിഗ്രി വേണമെന്ന് നിർദ്ദേശിച്ചിരിക്കുന്നു അല്ലെ. അപ്പൊ മാറ്റങ്ങൾ വരികയാണ്. അവിടെ കേട്ടറ്റ് പരീക്ഷയ്ക്ക് പ്രാധാന്യം കുറയുമോ കൂടുമോ, അത് നമുക്ക് കാത്തിരുന്ന് കാണാം. എന്തായാലും ഈ വരുന്ന അക്കാഡമിക് ഇയറോ ഈ വരുന്ന കേട്ടറ്റ് പരീക്ഷ ക്യാൻസൽ ആക്കാനോ യാതൊരു നിർവാഹമില്ല. അതിൽ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇതിനു മുമ്പുള്ള വീഡിയോ പറഞ്ഞിട്ടുണ്ട്, എന്താണ്, മിനിമം 10 വർഷങ്ങൾക്കുള്ളിലുള്ള ഒരു മാറ്റങ്ങൾ കൊണ്ടുവരണം എന്നാണ് ഖാദർ കമ്മിറ്റി പ്രത്യേകിച്ച് നിർദ്ദേശിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു 10 വർഷങ്ങൾക്ക് എന്ന് പറയുമ്പോൾ ഇനിയും ഒരുപാട് സമയങ്ങൾ എടുക്കും. പിന്നെ ഇനി വരുന്ന 3 വർഷങ്ങൾക്കുള്ളിൽ 2024 ഈ അക്കാഡമിക്, 2024-25 ഈ അക്കാഡമിക് ഇയർ, അടുത്ത 2030 വരെയുള്ള അക്കാഡമിക് ഇയറിനുള്ളിൽ ചില മാറ്റങ്ങൾ വരണം എന്നുള്ളതാണ് കമ്മിറ്റിയിൽ പറഞ്ഞിരിക്കുന്ന ഒരു നിർദ്ദേശം. അപ്പൊ അതുകൊണ്ട് തന്നെ പെട്ടെന്നൊരു എടുപിടി ഉള്ള ഒരു മാറ്റം വരാനായിട്ട് സാധ്യതയില്ല.
അപ്പോൾ ഇനി വരുന്ന കേട്ടറ്റ് പരീക്ഷയും വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ച് ഹൈസ്കൂൾ കാറ്റഗറി, അതായത് കാറ്റഗറി 3 എഴുതാൻ കാത്തിരിക്കുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു ചാൻസ് ആണ്. വേറെ ഒന്നുമല്ല, നമുക്ക് ഇപ്പോൾ HSAയുടെ റാങ്ക് ലിസ്റ്റ് ഒട്ടുമിക്ക സബ്ജക്റ്റ് നിലവിലുണ്ട്. ഫിസിക്കൽ സയൻസിന്റെ ഒരു കേസ് കോർട്ടിൽ അത് വിധി വന്നു കഴിഞ്ഞു. അപ്പോൾ അവിടെയും HSA എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നിയമനം വരാൻ പോകുന്നു. അപ്പോൾ HSA മാറി HST ആയി, പിന്നീട് അത് SST ആയി മാറും. ഹയർ സെക്കൻഡറി ആയിട്ട് ലയിപ്പിച്ച് കഴിയുമ്പോൾ അതവിടെ നിൽക്കട്ടെ, നമ്മൾ അവിടേക്ക് ഇപ്പോൾ പോകണ്ട. അപ്പൊ ഇനി വരാൻ പോകുന്ന HST അല്ലെങ്കിൽ HSA എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു എക്സാം ആയിരിക്കും. അവിടെ എന്താ ഈ പറയുന്ന കേട്ടറ്റ് പരീക്ഷ പാസ്സായാൽ മാത്രമേ നമുക്ക് എഴുതാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, ഇനി HST പരീക്ഷ അല്ലെങ്കിൽ HSA അല്ലെങ്കിൽ HSTയുടെ വിജ്ഞാപനം ഡിസംബറോ ജനുവരിയോ ഫെബ്രുവരിയോ എന്ന രീതിയിൽ വരാൻ ചാൻസ് ഉണ്ട് എന്നുള്ളതാണ് നമ്മളിപ്പോൾ അറിയാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ കേട്ടറ്റ് പരീക്ഷ ഡിസംബറിൽ നടന്നു കഴിഞ്ഞാൽ ജനുവരിയോ ഫെബ്രുവരിയിലോ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ആ HSAക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ കേട്ടറ്റ് കാറ്റഗറി 3 എഴുതുന്ന, അത് മലയാളം ആയിക്കോട്ടെ ഇംഗ്ലീഷ് ആയിക്കോട്ടെ ഏത് സബ്ജക്റ്റും ആയിക്കോട്ടെ, എഴുതുന്ന കുട്ടികൾക്ക് വളരെ വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൈമാണ് എന്ന് നിങ്ങൾ സത്യമായിട്ട് വിചാരിക്കുക, വിശ്വസിക്കുക. ഓക്കെ, അപ്പോൾ അവിടെ എന്താ നിങ്ങൾ ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ ഈ പറഞ്ഞ പോലെ കഴിഞ്ഞ ദിവസം വന്ന റിസൾട്ടിന്റെ ആ ഒരു സങ്കടം മാറ്റി വെച്ചുകൊണ്ട് ധൈര്യമായിട്ടിരിക്കുക, പഠനം മുന്നോട്ട് കൊണ്ടുപോവുക. ഇനി കാറ്റഗറി 2 1 എഴുതുന്ന ഉദ്യോഗാർത്ഥികൾക്ക് LP UP പരീക്ഷ കഴിഞ്ഞു, റിസൾട്ട് ഓൾറെഡി വരും. പുതിയ സാധ്യതാ ലിസ്റ്റും അതുപോലെ ചുരുക്കപ്പട്ടികയും ഒക്കെ വരാൻ പോവുകയാണ്. ഉടനടി തന്നെ പ്രസിദ്ധീകരിക്കാനായിട്ട് PSC തീരുമാനിച്ചിട്ടുണ്ട്. അത് വന്നു കഴിഞ്ഞാൽ പുതിയ റാങ്ക് ലിസ്റ്റ് വരും. അത് റാങ്ക് ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ തന്നെയും പിന്നെയും 3 വർഷത്തിനുള്ളിൽ എന്താണ് അടുത്ത ആ 3 വർഷം കാലാവധി തേക്കുന്നതിന് മുമ്പ് അടുത്ത LP UP വരികയും ചെയ്യും. അതായത് LP UPയിൽ ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസ വകുപ്പിൽ നിയമനം നടക്കുന്ന ഒരു പോസ്റ്റാണ് LP UP എന്ന് പറയുന്നത്. അപ്പൊ അവിടെയും എന്താണ് നിങ്ങൾക്ക് ഈ കേട്ടറ്റ് പാസ്സായേ പറ്റൂ. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ DLED പ്ലസ് കേട്ടറ്റ് നേടിയാൽ തന്നെയും ഇനി കുറെ നാൾ കഴിയുമ്പോൾ ഡിഗ്രിയും കൂടി വേണമെന്ന് പറയുമ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഒരു പ്രൈവറ്റ് ആയിട്ട് ഡിഗ്രി എടുക്കുകയോ മറ്റോ ചെയ്യാനും പറ്റും. അപ്പോൾ അങ്ങനെ ഒരുപാട് സാധ്യതകളുണ്ട്. പിന്നെ മാറ്റങ്ങൾ വരുന്നില്ല അല്ലെങ്കിൽ വരില്ല എന്നൊന്നും പറയില്ല. വിദ്യാഭ്യാസ മേഖലയിൽ മാറ്റങ്ങൾ വരും തീർച്ചയായിട്ടും. പക്ഷെ അവിടെയെല്ലാം നമുക്ക് സംശയ നിവാരണം നടത്തേണ്ടതുണ്ട്. ഇപ്പോൾ ഈ വരുന്ന അക്കാഡമിക് ഇയറിലോ അല്ലെങ്കിൽ ഈ വരുന്ന കേട്ടറ്റ് പരീക്ഷയ്ക്കോ സെറ്റ് പരീക്ഷയ്ക്കോ ഒന്നും മാറ്റങ്ങൾ വരാനായിട്ട് സാധ്യതയില്ല. ഇതേപോലെ തന്നെ മുന്നോട്ട് പോകും. ഏതാണ്ട് 10 വർഷത്തിനുള്ളിലുള്ള മാറ്റങ്ങളാണ് ഖാദർ കമ്മിറ്റി നിർദ്ദേശിച്ചിരിക്കുന്നത്. നമുക്കറിയാം 2 ഭാഗങ്ങളായിട്ടാണ് ഖാദർ കമ്മിറ്റി ഇത് സർക്കാരിന് സമർപ്പിച്ചിരിക്കുന്നത്. അത് വിദ്യാഭ്യാസ മന്ത്രിയും അതുപോലെ മറ്റ് ഗവൺമെന്റ് എല്ലാവരും കൂടി തീരുമാനിക്കുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പതുക്കെ മുന്നോട്ട് പോകും. അതിനോടൊപ്പം തന്നെ ഒരുപാട് അധ്യാപക സംഘടനകളുണ്ട്. നമുക്കറിയാം ഭരണ സംഘടനയുണ്ട്, പ്രതിപക്ഷ സംഘടനയുണ്ട്. ഇവരെ എല്ലാവരുടെയും ചർച്ചയ്ക്ക് ശേഷമൊക്കെ ആയിരിക്കും പുതിയ നടപടികൾ വരുന്നത്. അത് വിദ്യാർത്ഥികളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരാം, അതുപോലെ അധ്യാപക ഉദ്യോഗാർത്ഥികളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരാം. എന്നിരുന്നാൽ തന്നെയും വരുന്ന കേട്ടറ്റ് പരീക്ഷ വളരെ നിർണായകമാണ്. അതുകൊണ്ട് ഇനി ഈ കഴിഞ്ഞ ഈ റിസൾട്ടിനെ കുറിച്ച് അതിൽ ക്വാളിഫൈ ചെയ്യാത്തവര്, എനിക്ക് ക്വാളിഫൈ ചെയ്തവരോടല്ല പറയേണ്ടത്, ക്വാളിഫൈ ചെയ്യാത്തവര് നിരാശരായിരിക്കരുത്, സങ്കടപ്പെട്ടിരിക്കരുത്. നിങ്ങൾ ഇന്ന് മുതൽ പഠനം ആരംഭിക്കുക. ഓക്കെ, അതിനുവേണ്ടി ഒരു പ്ലാറ്റ്ഫോം നമ്മൾ JLearn ഒരുക്കുകയാണ്. അതിൽ പ്രധാനമായിട്ടും കേട്ടറ്റ് 1 എന്ന് പറഞ്ഞിട്ടുള്ള കാറ്റഗറിയുടെ ഒരു കോഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. നമുക്കറിയാം ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ ഒത്തിരി ഉണ്ട് നമ്മുടെ മുമ്പിൽ. ഓഫ്ലൈനായിട്ട് ഓൺലൈനായിട്ട് പഠിപ്പിക്കുന്ന ഒത്തിരി സ്ഥാപനങ്ങളുണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമാണ് JLearnന്റെ എല്ലാ ക്ലാസ്സുകളും. എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് കൊടുക്കുന്ന ക്ലാസ്സുകളാണ്. അതിൽ കേട്ടറ്റ് 1 നമുക്ക് ചൈൽഡ് ഡെവലപ്മെന്റ് പെഡഗോജിയും അതുപോലെ ഓപ്ഷണൽ പേപ്പറായ മലയാളവും ഇംഗ്ലീഷും ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അവിടെ എല്ലാം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് ആണ് ക്ലാസ്സുകൾ എടുക്കുന്നത്. ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. അഡ്മിഷൻ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ നമ്മൾ ഈ പറയുന്ന ഓൺലൈൻ പ്ലാറ്റ്ഫോമിന്റെ എല്ലാ നല്ല സാധ്യതകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് അത് കൃത്യമായ ഒരു മെന്റർഷിപ്പോട് കൂടി നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ രീതിയിലേക്ക് എത്തിക്കാൻ JLearn റെഡിയാണ്. അപ്പോൾ ധൈര്യമായിട്ട് ജോയിൻ ചെയ്യുക. കോൺടാക്ട് നമ്പർ മറന്നു വരുന്നത് 9772855055 7356624751 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പുവരുത്തുക. കേട്ടറ്റ് കാറ്റഗറി 1. ഇത് കേട്ടറ്റ് കാറ്റഗറി 2 അതും അതുപോലെ തന്നെയാണ്. എന്താണ്, നമുക്ക് ചൈൽഡ് ഡെവലപ്മെന്റ് പെഡഗോഗി, അതുപോലെ തന്നെ മലയാളം ഇംഗ്ലീഷ് പേപ്പർ 2, പേപ്പർ 3 മലയാളം ഓർ ഇംഗ്ലീഷ്, പേപ്പർ 4 സയൻസ് മാത്തമാറ്റിക്സ് സോഷ്യൽ, അത് ഓപ്ഷണൽ സബ്ജക്റ്റുകളാണ്. അപ്പോൾ ഇതിനെല്ലായിടത്തും സെപ്പറേറ്റ് ആയിട്ടുള്ള അധ്യാപകർ തന്നെയുണ്ട്. നമുക്ക് ലൈവ് ക്ലാസ്സുകളുണ്ട്. അതുപോലെ തന്നെ
എന്താണ് സ്റ്റുഡിയോ റെക്കോർഡ് ക്ലാസ്സുകളാണ്, PDF നോട്ട്സ്, സ്റ്റഡി മെറ്റീരിയൽസ് ഉണ്ട്, അതുപോലെ കൃത്യമായ മെന്റർഷിപ്പ് ഉണ്ട്. എല്ലാം നല്ല രീതിയിൽ തന്നെ, അതായത് ഒരു വിദ്യാർത്ഥി ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങൾ അഡ്മിഷൻ എടുത്ത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു വിജയത്തിലേക്ക് നിങ്ങൾ എത്തിക്കാനായിട്ട് ആരുണ്ട്, ഞങ്ങൾ റെഡിയാണ്. അപ്പോൾ ഇവിടേക്ക് ജോയിൻ ചെയ്യുക. ഫോൺ നമ്പർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 9772285055, 7356624751. അതുപോലെ തന്നെ കേട്ടറ്റ് കാറ്റഗറി 3 മലയാളം പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. മലയാളത്തെ സംബന്ധിച്ച് മലയാളം റാങ്ക് ലിസ്റ്റ് HSD ഇപ്പൊ നിലവിലുണ്ട്. അപ്പൊ 2023 റാങ്ക് ലിസ്റ്റ് ആണ് HSA മലയാളം. 2026 ഇത് റാങ്ക് ലിസ്റ്റ് അവസാനിക്കുന്നു. അപ്പൊ 2026 പുതിയ റാങ്ക് ലിസ്റ്റ് വന്നെങ്കിൽ, എന്ന് വെച്ചാൽ അവസാനത്തെ HSA ആണ്, അവസാനത്തെ HST ആണ് എങ്കിൽ എന്ത് ചെയ്യണം, 2025 തന്നെ എക്സാം നടക്കണം. അങ്ങനെയെങ്കിൽ നോട്ടിഫിക്കേഷൻ വരണം. 2026 എക്സാം റാങ്ക് ലിസ്റ്റ് കാലാവധി കഴിഞ്ഞു, പുതിയ റാങ്ക് ലിസ്റ്റ് വരണമെങ്കിൽ എക്സാം അതിന്റെ പോലെ നടക്കണം. അപ്പൊ അതുകൊണ്ട് തന്നെ വരുന്ന HSTക്ക് നമുക്ക് വളരെ പ്രാധാന്യമുണ്ട്. K3 മലയാളം അധ്യാപകരെ സംബന്ധിച്ച്, K3 എഴുതുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വളരെ നിർണായകമായ ഒരു സ്റ്റേജ് ആണ്. ധൈര്യമായിട്ട് ജോയിൻ ചെയ്യുക. എക്സ്പീരിയൻസ് ഫാക്കൽറ്റീസ് ഉണ്ട്, കൂടെ ഞാനും ഉണ്ടാവും മലയാളം നിങ്ങളെ പഠിപ്പിക്കാനായിട്ട്. അപ്പൊ ധൈര്യമായിട്ട് ജോയിൻ ചെയ്യുക. ഓക്കെ, പിന്നെ K3യുടെ അടുത്ത കേട്ടറ്റ് 4 അടുത്തത് എന്താണ്, അറബിക് ബാച്ച് ആണ്. നമ്മൾ സ്പെഷ്യലൈസ്ഡ് അധ്യാപകരെ കുറിച്ച് പറഞ്ഞു. എന്താണ് സ്പെഷ്യൽ ടീച്ചേഴ്സ് എന്ന് പറയുന്ന ഹിന്ദി, അറബി, ഉറുദു പോലുള്ള സ്പെഷ്യൽ ടീച്ചേഴ്സ് പറഞ്ഞു അല്ലെ. അവരിൽ തന്നെ ഉള്ള ഒരു കോഴ്സാണ് അറബി കേട്ടറ്റ് 4 എന്ന് പറയുന്നത്. അപ്പോൾ അറബി വിദ്യാർത്ഥികളെ സംബന്ധിച്ച്, ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് ഒരുപാട് അവസരങ്ങളുണ്ട്. നമുക്കറിയാം ഈ അടുത്ത സമയത്തൊക്കെ തന്നെ ലീവ് വേക്കൻസി ആയിട്ടും അതുപോലെ തന്നെ തസ്തിക മാറ്റമായിട്ടൊക്കെ ഒരുപാട് വേക്കൻസി ഒക്കെ വിളിച്ചിട്ടുണ്ട്. അപ്പൊ ഇനിയും NCA വേക്കൻസി, അതുപോലെ ഈ പറയുന്ന തസ്തിക മാറ്റമൊക്കെ വേക്കൻസി വരുന്നുണ്ട്. ഇപ്പോൾ LPയുടെ തന്നെ പുതിയ തസ്തിക മാറ്റം വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള സമയത്തൊക്കെ നിങ്ങളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ അറബി കേട്ടറ്റ് 4 അറബി പാസ്സാകാനായിട്ട് അല്ലെങ്കിൽ പരീക്ഷ എഴുതാൻ കാത്തിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾ ധൈര്യമായിട്ട് ജയിലറിലേക്ക് ജോയിൻ ചെയ്യാം. എക്സ്പീരിയൻസ് ആണ് ഫാക്കൽറ്റീസ് ആണ് ക്ലാസ് നയിക്കുന്നത്. അപ്പോൾ ധൈര്യമായിട്ട് ജോയിൻ ചെയ്യുക കേട്ടറ്റ് 4 അറബിക്കിന്. പിന്നെ അടുത്ത കോഴ്സ് ഉള്ളത് K3 ഇംഗ്ലീഷ് ആണ്. ലാംഗ്വേജ് ടീച്ചേഴ്സിനൊക്കെ എല്ലാവർക്കും വളരെ ഡിമാൻഡാണ്. പ്രത്യേകിച്ച് ഇംഗ്ലീഷ് ടീച്ചേഴ്സിനൊക്കെ എന്താണ് വേക്കൻസീസ് ഉണ്ട്. പ്രത്യേകിച്ച് റാങ്ക് ലിസ്റ്റിൽ മുൻപന്തിയിലേക്ക്, PSC റാങ്ക് ലിസ്റ്റിൽ HST റാങ്ക് ലിസ്റ്റിലേക്ക് മുൻപന്തിയിലേക്ക് വരുന്ന അധ്യാപകർക്ക്, പ്രത്യേകിച്ച് ആദ്യത്തെ ഒരു 20-25 റാങ്കിൽ എത്തുന്ന ഉദ്യോഗാർത്ഥികൾക്ക് എന്താണ് കൃത്യമായ രീതിയിലൊക്കെ നിയമനം ലഭിക്കുകയും അവർക്ക് നല്ല ജോലി ഉറപ്പുവരുത്തുകയും ചെയ്യുന്ന ഒരു തസ്തികയാണ് ഇംഗ്ലീഷ് അധ്യാപക എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഇനി വരാൻ പോകുന്ന HSAക്കും വളരെ പ്രാധാന്യമുണ്ട്. SST ഒക്കെ ആവുന്നതിന് മുമ്പുള്ള ഈ ഒരു എക്സാം നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ കേട്ടിട്ട് 3 ഇംഗ്ലീഷ് അധ്യാപകരെ കാത്തിരിക്കുന്നവർക്ക് ഈ ഒരു പരീക്ഷ നന്നായിട്ട് പഠിക്കുക. അതിനുവേണ്ടി ജയിലറിലേക്ക് ജോയിൻ ചെയ്യുക. ജയറാം സാറിന്റെ നേതൃത്വത്തിലാണ് ക്ലാസ്സുകൾ എടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ എക്സ്പീരിയൻസ് ഫാക്കൽറ്റീസ് ഒക്കെ തന്നെയാണ്. ധൈര്യമായിട്ട് ജോയിൻ ചെയ്യുക K3 ഇംഗ്ലീഷിന്. ഓക്കെ, അടുത്ത കോഴ്സ് എന്ന് പറയുന്നത് K3 ഫിസിക്കൽ സയൻസ് ആണ്. അത് നമുക്കറിയാം കെമിസ്ട്രിയും ഫിസിക്സും പഠിച്ചിട്ടുള്ള അധ്യാപക ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് ഇപ്പോൾ ഈ ഒരു ആശ്വാസ വാർത്തയാണ് ഈ K3 ഫിസിക്കൽ സയൻസ് എഴുതാൻ കാത്തിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾ. കാരണം എന്താണ് HSA ഫിസിക്കൽ സയൻസിന്റെ ഒരു കേസ് കോർട്ടിൽ ഉണ്ടായ കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ, വിശദമായിട്ട് ഞാൻ പറയേണ്ട കാര്യമില്ല. അപ്പൊ അതിൻ്റെയൊക്കെ ഒരു വിധിയൊക്കെ വന്നു കഴിഞ്ഞ സമയത്ത് ഇനി വരാൻ പോകുന്ന ഏറ്റവും ക്രൂഷ്യൽ ടൈമാണ് നിങ്ങളെ സംബന്ധിച്ച്. അപ്പൊ നമുക്ക് നമുക്കൊരു പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് K3 ആദ്യം നടക്കണം, എങ്കിൽ മാത്രമേ PSC പുതിയ അതിനുശേഷം വരുമ്പോൾ നമുക്ക് എക്സാം എഴുതാൻ പറ്റുള്ളൂ. എന്നിരുന്നാൽ തന്നെയും K3 പാസ്സായാൽ മാത്രമേ ഒരു എയ്ഡഡ് സ്കൂളിലായാലും അൺഎയ്ഡഡ് സ്കൂളിലായാലും ലീവ് വേക്കൻസിക്കായാലും നമുക്ക് ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ധൈര്യമായിട്ട് K3 ഫിസിക്കൽ സയൻസ് കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുക. നല്ല എക്സ്പീരിയൻസ് ഉള്ള ഫാക്കൽറ്റീസ് തന്നെ ക്ലാസ് നയിക്കുന്നത്. നല്ല നേരത്തെ പറഞ്ഞ പോലെ എല്ലാ ഫെസിലിറ്റീസും, ഓൺലൈൻ പ്ലാറ്റ്ഫോമിന് എല്ലാ ഫെസിലിറ്റീസും നമ്മൾ കൊടുക്കുന്നുണ്ട്. ജോയിൻ ചെയ്യുക ധൈര്യമായിട്ട് ജയിലറിലേക്ക്. ഓക്കെ, അതോടൊപ്പം തന്നെ നമുക്ക് K3 ഫിസിക്കൽ സയൻസ് ഉള്ള നാച്ചുറൽ സയൻസ് കോഴ്സും കൂടി ഉണ്ട്. അതും നമ്മൾ നല്ല രീതിയിൽ തന്നെ കൊടുക്കുന്ന ഒരു കോഴ്സാണ്. ഇപ്പൊ ഈ പറയുന്ന കേട്ടറ്റ് പരീക്ഷയുടെ കേട്ടറ്റ് കാറ്റഗറി 1 ആയാലും 2 ആയാലും 3 ആയാലും കേട്ടറ്റ് 4 ആയാലും അത് അറബിക് കോഴ്സാണ്. അത് ആയാലും നമുക്ക് എല്ലാ രീതിയിൽ തന്നെയും പഠിപ്പിക്കുന്ന ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു ജോലി അല്ലെങ്കിൽ ഒരു ലൈഫ് അവിടേക്ക് എത്തുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും അധ്യാപക ഉദ്യോഗാർത്ഥികളുടെ കൂടെ ജയിലൻ ഉണ്ടാവുമെന്നും, അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2 ദിവസം മുമ്പ് നമ്മുടെ ജീവിതത്തിൽ വന്ന ആ റിസൾട്ട് അതിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നിങ്ങളത് എന്താ ചെയ്യുക, ഇത് കേട്ടിട്ട് അല്ലെങ്കിൽ ഇത് കണ്ടിട്ട് നിങ്ങൾ ചിന്തിക്കുക. നിങ്ങളുടെ ഇതൊന്നും ഒരു അവസാനമല്ല.
നമ്മളിൽ തുടങ്ങാൻ പോകണുള്ളൂ. അപ്പോൾ ആ തുടക്കം നമുക്ക് ഒരുമിച്ചാകാം. അതുകൊണ്ട് ധൈര്യമായിരിക്കുക. അധ്യാപകരാകുക എന്നുള്ളത് നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യമാണ്. പ്രത്യേകിച്ച് എന്താണ്, നമുക്കറിയാം 2 ദിവസം മുമ്പുള്ള അധ്യാപക ദിനം നമ്മളൊക്കെ ആഘോഷിച്ചതാണ്. അപ്പോൾ ആ ഒരു അധ്യാപക ദിനം ഉള്ള ഈ മാസത്തിൽ തന്നെ, സെപ്റ്റംബറിൽ തന്നെ നമുക്ക് എന്ത് തുടങ്ങാം? പഠനം തുടങ്ങാം. അപ്പോൾ നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടി ആരും ഇരിക്കരുത്. അങ്ങനെ ചിന്തിക്കുന്ന കുറേ ആൾക്കാരുണ്ടാവും. നോട്ടിഫിക്കേഷൻ വരട്ടെ എന്നിട്ട് പഠിക്കാം എന്ന് പറഞ്ഞിരിക്കുന്നവരുണ്ടാവും. അതൊക്കെ കളയണം. നോട്ടിഫിക്കേഷൻ വരാനിരിക്കരുത്. ഇപ്പോഴേ, ഇന്ന് മുതലേ പഠിച്ചു തുടങ്ങുക. ആദ്യം സിലബസ് ഡൗൺലോഡ് ചെയ്യുക, എന്നിട്ട് അതനുസരിച്ച് പഠിച്ചു തുടങ്ങുക. ധൈര്യപൂർവ്വം ജയ് ലേണിലേക്ക് ജോയിൻ ചെയ്യുക. ഞങ്ങൾ കൂടെയുണ്ട്. അതിൻ്റെ അഡ്മിഷൻ നമ്പർ എല്ലാം ഞാൻ പറഞ്ഞിരുന്നു, താഴെ കമൻറ്റ് ബോക്സിൽ ഉണ്ടാവും. എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക, ക്ലാസ്സിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു, ഭാവി ആശംസിക്കുന്നു. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.